വാഗ്ഭടാനന്ദനെക്കുറിച്ചാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. അപ്പം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹം ജനിച്ചത് 1885 ഏപ്രിൽ 27-നാണ് ഇദ്ദേഹം ജനിച്ചത്. കണ്ണൂരിലെ പാട്യം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ 1885 ഏപ്രിൽ 27-നാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ഭടാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം വയലേരി വീട്. കോരൻ ഗുരുക്കളാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. മാതാവ് വയലേരി ചീരുവമ്മ. അപ്പം പിതാവിൻ്റെ പേര് കോരൻ ഗുരുക്കൾ, മാതാവ് വയലേരി ചീരുവമ്മ. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ആരുടെ പേരാണ്? വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരാണ്. അദ്ദേഹം 1939 ഒക്ടോബർ 29-നാണ് അന്തരിക്കുന്നത്. ഓക്കെ, മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വി കെ ഗുരുക്കൾ, അതായത് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് വി കെ ഗുരുക്കൾ. അപ്പോൾ വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ബാലഗുരു എന്നൊക്കെ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞത്. എന്താണ്? കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് നമ്മളുടെ വാഗ്ഭടാനന്ദൻ. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ജാതി പ്രമാണം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ ജാതി പ്രമാണം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, എതിരാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. ബഹുദൈവ ആരാധനയെ കഠിനമായി വിമർശിക്കുകയും ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഇദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിഗ്രഹ ആരാധനയ്ക്കെതിരെയും അതിനുവേണ്ടിയുള്ള മതം മാറ്റലിനെതിരെയും ഒക്കെ ഇദ്ദേഹം പ്രതിഷേധിച്ചു. അപ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരെയും മതം മാറ്റലിനെതിരെയും ഒക്കെ ഇദ്ദേഹം പ്രതിഷേധിച്ചു. മലബാറിലെ ജന്മികൾ സാമ്രാജ്യത്വ ശക്തികളുടെ സഹായത്താൽ കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയും ഇദ്ദേഹം വാദിച്ചിരുന്നു. അപ്പോൾ മലബാറിലെ ജന്മികൾ സാമ്രാജ്യത്വ ശക്തികളുടെ സഹായത്താൽ കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇദ്ദേഹം വാദിച്ചിരുന്നു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യുക്തിചിന്തയും വിമർശന ചിന്തയും ഒക്കെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വാഗ്ഭടാനന്ദൻ്റെ ഗുരുവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പം വി കെ കുഞ്ഞിക്കണ്ണന് വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന നാമം നൽകിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഈ വാഗ്ഭടാനന്ദൻ കാലക്രമേണ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിമർശകനായി മാറി. അപ്പോൾ ആദ്യകാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു ഈ വാഗ്ഭടാനന്ദ. പേര് കൊടുത്തതൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാലക്രമേണ ഇദ്ദേഹത്തിൻ്റെ വിമർശകനായി മാറി. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം. ആ വിമർശകനായി മാറാനുള്ള കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കാരണം കാവി ഉപേക്ഷിച്ച് നമ്മളുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ, ആ ഖദറണിഞ്ഞ വ്യക്തിയാവണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ സോക്കോൾഡായിട്ടുള്ള ചില പാരമ്പര്യവാദത്തെയൊക്കെ എതിർക്കേണ്ടി വരും. അങ്ങനെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയൊക്കെ വിമർശകനായി മാറിയത്. ശ്രീനാരായണ ഗുരുവിനെ ഇദ്ദേഹം കണ്ടുമുട്ടിയ വർഷം കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാം, 1914-ലാണ്. അത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. അപ്പോൾ ആലുവയിലെ അദ്വൈതാശ്രമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ച പോർഷനിൽ ആലുവ അദ്വൈതാശ്രമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1914-ലാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരു വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യുന്നതിനോട് വാഗ്ഭടാനന്ദന് എതിർപ്പുണ്ടായിരുന്നു. അപ്പം ശ്രീനാരായണ ഗുരു വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യുന്നുണ്ടല്ലോ, ഈ വിഗ്രഹ പ്രതിഷ്ഠയും വിഗ്രഹ ആരാധനയും ഒക്കെ എതിർത്തിരുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയോട് വാഗ്ഭടാനന്ദൻ എതിർപ്പ് പ്രയോഗിച്ചിരുന്നു. ഇദ്ദേഹം തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ഒരു മോഡലാണ് വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്തിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക. ഒന്ന് ഓർത്ത് വയ്ക്കുക, തത്വപ്രകാശിക. അപ്പോൾ കോഴിക്കോട് കാരപ്പറമ്പിൽ എന്ന സ്ഥലത്ത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക. 1906. രാജയോഗാനന്ദ കൗമുദി യോഗശാല 1911 അത് സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. അപ്പം ഒരു സംസ്കൃത വിദ്യാലയത്തെക്കുറിച്ച് പറഞ്ഞു, ഏതാണ്? തത്വപ്രകാശിക. രാജയോഗാനന്ദ കൗമുദി യോഗശാലയും സ്ഥാപിച്ചു.
ഇത് കോഴിക്കോട് തന്നെയുള്ള കല്ലായിലാണ്. ശിവയോഗ വിലാസം വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് 1914 അപ്പോൾ 1906 തത്വപ്രകാശിക, 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല, 1914 ശിവയോഗ വിലാസം. ആദ്യം ഇതിൻ്റെ പേര് ശിവയോഗി വിലാസം എന്നായിരുന്നു, പിന്നീട് ശിവയോഗ വിലാസമായി മാറി വാരിക. ഇദ്ദേഹത്തിൻ്റെ ഒരു ആരാധന രീതി ഉണ്ടായിരുന്നു. ആരാണ്? വാഗ്ഭടാനന്ദൻ പ്രചരിപ്പിച്ച ഒരു ആരാധന രീതിയായിരുന്നു നിർഗുണോപാസന. നിർഗുണോപാസനയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരിപ്പിച്ചിരുന്ന ഒരു ആരാധന രീതി. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മാസികകൾ പഠിക്കാം. ശിവയോഗ വിലാസം, ആദ്യകാലത്ത് ശിവയോഗി വിലാസം എന്നറിയപ്പെട്ട ശിവയോഗ വിലാസം 1914, അഭിനവ കേരളം 1921, ആത്മവിദ്യാകാഹളം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ആത്മവിദ്യാകാഹളം എന്ന മാസിക പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ഭടാനന്ദനാണ്. 1929 ആത്മവിദ്യാകാഹളം എന്ന മാസിക പുറത്തിറങ്ങിയത്. മറ്റൊരു മാസികയാണ് യജമാനൻ, 1939 യജമാനൻ. ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു ദർശനമാണ് അദ്വൈത ദർശനം. അപ്പോൾ വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനമാണ് അദ്വൈത ദർശനം. മറ്റൊരു ഭോജനമായിരുന്നു വാഗ്ഭടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ച വർഷം. അപ്പോൾ പന്തി ഭോജനമാരാണ്? തൈക്കാടയും. സമപന്തി ഭോജനം എന്ന് പറയുന്ന ആരായിരുന്നു? നമ്മുടെ വൈകുണ്ഠസ്വാമികളും. പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദനുമാണ്. 1927 വാഗ്ഭടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ച വർഷമാണ് വാഗ്ഭടാനന്ദൻ. ഇദ്ദേഹം യജമാൻ എന്ന മാസിക ആരംഭിച്ചത് പറഞ്ഞു കോഴിക്കോട് 1939 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ആത്മവിദ്യ കാഹളം പറഞ്ഞല്ലോ. ഇനി അടുത്ത് വരുന്നു ആത്മവിദ്യ സംഘം. അപ്പം ആത്മവിദ്യ സംഘം ആരംഭിച്ച വർഷം 1917 17 ആത്മവിദ്യ സംഘം ആരംഭിച്ചത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഇദ്ദേഹം വിവരിക്കുന്നതിന് വേണ്ടി ഒരു കവിത എഴുതിയിരുന്നു. അതാണ് സ്വതന്ത്ര ചിന്താമണി. 1921 ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വാഗ്ഭടാനന്ദൻ രചിച്ച കവിതയായ സ്വതന്ത്ര ചിന്താമണി പുറത്തിറങ്ങിയത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകം ആത്മവിദ്യയാണ്. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യയാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. അപ്പം നമ്മൾ നേരത്തെ ഒരു മാസിക പറഞ്ഞ അഭിനവ കേരളം, ഇത് 1921 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് അഭിനവ കേരളം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഭിനവ കേരളം 1921 മാസികയുടെ കാര്യം പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണത്? ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മവിദ്യാ കാഹളം. അപ്പം ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളവും ഇതിൻ്റെ പ്രചരിപ്പിച്ച സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളവുമാണ്. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം നമുക്ക് ഓർത്തു വെക്കണം. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. എന്താണ്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇതാണ് അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം. ആത്മവിദ്യ മഹോത്സവം നടന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ്. 1932 ആത്മവിദ്യ മഹോത്സവം നടന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൂടെ പഠിക്കാം. ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വര വിചാരം, ആത്മവിദ്യ ലേഖമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാഗ്ഭടാനന്ദൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ? ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വര വിചാരം, ആത്മവിദ്യ ലേഖമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ഇനി ഒരു കാര്യം നമുക്ക് പഠിക്കാം. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വളരെ ഫേമസ് ആണ്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് സ്ഥാപിതമായത് 1925 ഫെബ്രുവരി 13. 1922 ആത്മവിദ്യാ സംഘത്തിലെ അംഗങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ഒരു ക്രെഡിറ്റ് സഹകരണ സംഘമായിരുന്നു ഊരാളുങ്കൽ ഐക്യനാണയ സംഘം. ഇനി ഈ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 100ാം വാർഷികം ആഘോഷിച്ചത് 2025. ഇതിൻ്റെ ഏർപ്പെടുത്തിയ പ്രഥമ വാഗ്ഭടാനന്ദ അവാർഡ് ലഭിച്ചത് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ വാഗ്ഭടാനന്ദ അവാർഡ് ലഭിച്ചത് MT വാസുദേവൻ. അപ്പോൾ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോകുമ്പോൾ വാഗ്ഭടാനന്ദനാണ് അതിന് സ്ഥാപിക്കാനുള്ള നേതൃത്വം നൽകിയത്.
മറ്റു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി 1932 ഇദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി 1932 ഇദ്ദേഹം ലേഖനം എഴുതിയിരുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ, കണ്ണൂർ ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. അവിടെ നിലനിൽക്കുന്ന ഇളനീരാട്ടം എന്ന ആചാരത്തിനെതിരെ വാദിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം വാഗ്ഭടാനന്ദൻ. കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പം ലേറ്റസ്റ്റ് കഴിഞ്ഞ ദക്ഷിണ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ ചോദ്യത്തിനകത്തും കൊട്ടിയൂരിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. ഒരുപാട് പരമ്പരാഗതമായിട്ട് ആചാരങ്ങളൊക്കെ ഇപ്പോഴും നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ. അപ്പോൾ അവിടെ നിലനിന്നിരുന്ന ഇളനീരാട്ടം എന്ന ആചാരത്തിനെതിരെ വാദിച്ചത് ഇദ്ദേഹമാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാരായണത്തെക്കുറിച്ചുള്ള 16 തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുമ്പ് രോഗബാധിതനായി ഇദ്ദേഹം കിടപ്പിലായി. ആര്? വാഗ്ഭടാനന്ദൻ. അപ്പോൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നാരായണത്തെക്കുറിച്ച് 16 തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് തീരും മുമ്പ് ഇദ്ദേഹം രോഗബാധിതനായി കിടപ്പിലായിപ്പോയി. സുകുമാർ അഴീക്കോടിൻ്റെ വളരെ തത്വചിന്തകനായ ഫേമസ് ആയിട്ടുള്ള തത്വചിന്തകനായിരുന്ന സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി വളരെ ഫേമസ് ആണ്. തത്വമസി എന്ന പുസ്തകം, ആ കൃതിയിൽ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പം സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്: വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു, എന്നാൽ ആചാര സന്യാസി ആയിരുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, സന്യാസ ജീവിതത്തിൽ തുടങ്ങി കാഷായം അണിഞ്ഞു തുടങ്ങിയ വ്യക്തി പിന്നീട് ഖദറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആചാരപ്രകാരമുള്ള സന്യാസിയായിരുന്നില്ല, പകരം ആർഷ സന്യാസിയായിരുന്നു എന്ന് വാഗ്ഭടാനന്ദൻ എന്ന് ആരാണ് പറഞ്ഞത്? സുകുമാർ അഴീക്കോടാണ് പറഞ്ഞിരുന്നത്. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ചിരുന്ന ഒരു നവോത്ഥാന നായകൻ ആരായിരുന്നു? വാഗ്ഭടാനന്ദനായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ആത്മവിദ്യാ സംഘവും ആത്മവിദ്യാ കാഹളവും ആത്മവിദ്യയും അദ്വൈത ദർശനവും ഒക്കെ ഓർത്ത് വയ്ക്കുക. ശിവയോഗ വിലാസം, തത്വപ്രകാശിക, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിവിടെ വരണം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ശിവയോഗിയെ അദ്ദേഹം എതിർത്ത് പോയ വ്യക്തിയും കൂടിയാണ്. ശരിക്കുള്ള നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെട്ടുന്ന വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്.